രാജ്യം കാത്തിരുന്ന വമ്പൻ ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. JPC റിപ്പോർട്ട് ഇന്ന് സഭയിൽ വെക്കുന്നു. JPC ചെയർമാൻ ജഗദാംബിക പാൽ പാർലമെന്റിലെത്തി സ്പീക്കർക്ക് ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. ഏതായാലും ഈ കഴിഞ്ഞ ദിവസമാണ് ഈ JPC കമ്മിറ്റി, അതായത് ഈ വഖഫ് ബില്ലിന്റെ ഭേദഗതി വരുത്തുവാനായിട്ട് അതിൽ ചർച്ച നടത്തുവാനായി രൂപീകരിച്ച കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ കോൺഗ്രസും CPM അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ടായിരുന്നു. അവിടെ ഈ പ്രതിപക്ഷത്തിന്റെ ഭേദഗതികളെല്ലാം തള്ളിക്കൊണ്ട് NDA MP-മാർ സമർപ്പിച്ച 14 ഭേദഗതികളോടെയാണ് ഇപ്പോൾ ബില്ല് അവതരിപ്പിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം ഈ ബില്ല് അവതരണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. സഭ പ്രക്ഷുബ്ധമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും അടക്കമുള്ളവർ ഈ ബില്ലിന് തുടക്കം മുതലേ തന്നെ എതിരായിരുന്നു. കേരള നിയമസഭ പോലും ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയത് നമുക്ക് ഓർമ്മയുണ്ടാകും. ഏതായാലും വളരെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് BJP സർക്കാർ, NDA സർക്കാർ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ആദായ നികുതി ബില്ല് 2025 കൂടി അവതരിപ്പിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട 2 ബില്ലുകൾ ഇന്ന് ചേരുന്ന സഭയിൽ ഇത് അവതരിപ്പിക്കും എന്നുള്ളതാണ്. ഈ സഭാ കാലാവധി തീരുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഇന്നോ നാളെയൊക്കെ അത് വോട്ടിനിട്ട് പാസ്സാക്കുകയും ചെയ്യും. നിലവിൽ ലോക്സഭയിൽ NDAക്ക് ഈ ബിൽ പാസ്സാക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. ഏതായാലും പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ എതിർക്കുന്ന ഒരു ബില്ലാണ് വഖഫ് ബോർഡിന്റെ ഭേദഗതിയുള്ള ബില്ല്. ആ ബില്ലിനെ അവർ ഇത്തവണയും എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് ഇന്ന് പാർലമെന്റ് സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.